സംഗീത ചരിത്രത്തിൽ 24 സംഗീത റെക്കോർഡ് നേടിയ കൊച്ചിൻ മൻസൂർ ലഭിച്ച അംഗീകാരങ്ങളെക്കുറിച്ചും അവാർഡുകളെക്കുറിച്ചും i4u ന്യൂസിനോട് പ്രതികരിച്ചു. മേവടപൂരം 2025 മേവട മേജർ പുറക്കാട്ടുകാവ് ദേവീ ക്ഷേത്രത്തിൽ പ്രിയപ്പെട്ട മൻസൂർക്ക് എത്തിച്ചേർന്നേക്കുന്നത് മൂന്നാമത്തെ തവണയാണ്. നമുക്കറിയാം, മൻസൂറിനെ സംബന്ധിച്ച് 24 ഗിന്നസ് റെക്കോർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി തന്നെ ഈ ഗിന്നസ് റെക്കോർഡുകൾ എങ്ങനെ നേടി, ഗാനങ്ങളിലൂടെ സംഗീതശ്രീ എങ്ങനെയായി തീർന്നു എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ട്. അതിലേക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കും. നമസ്കാരം. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയൊരു പുണ്യം ആണ് ഇപ്പം ഇവിടെ പുറക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വേദിയിൽ മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനവസരം ഒരുക്കി എൻ്റെ 2 സഹോദരന്മാരും കൂട്ടുകാരനേക്കാളപ്പുറം എൻ്റെ 2 സഹോദരന്മാരാണ് അനിലും മലച്ചു. ഈ 3 പ്രാവശ്യം വളരെ സ്നേഹത്തോടുള്ള അന്നും തുടങ്ങി ഞങ്ങളുടെ സ്നേഹത്തിൽ നിന്നും നടന്നു പോകും. അപ്പോൾ സൗഹാർദ്ദത്തിൽ ഒരുപാട് വില കൊടുക്കുന്ന 2 പേരാണ് എൻ്റെ പ്രതികരിക്കുന്നത്. ഈശ്വര കടാക്ഷം എന്നാണ് ഇതിനെ പറയേണ്ടത്. കാരണം ഇപ്പോൾ 24 റെക്കോർഡായി. ഗിന്നസ് റെക്കോർഡിന് വേണ്ടി 20 മണിക്കൂർ 253 പാട്ടുകൾ പാടിയാണ് അന്ന് റെക്കോർഡായി. അതിനുശേഷം പിന്നീട് വയലാർ രാമവർമ്മ എന്നെ പ്രിയപ്പെട്ട അച്ഛൻ്റെ 101 പാട്ടുകൾ 10 മണിക്കൂർ പാടി. എൻ്റെ ഗുരുതുവിനായ ദാസത്തിൻ്റെ 81ാം പിറന്നാളിന് അദ്ദേഹത്തിൻ്റെ 81 പാട്ടുകൾ. പിന്നെ ഭാവഗായകൻ ചേട്ടൻ പാടിയ 41 ഗാനങ്ങൾ 4 മണിക്കൂർ. പ്രേം നസീർ സാർ പാടി അഭിനയിച്ച 51, അങ്ങനെ തുടങ്ങിയ പല റെക്കോർഡുകൾ. ഇപ്പം അവസാനമായിട്ട് കിട്ടിയത് ദാസേട്ടനും ജയചേട്ടനും പാടിയ 52 ഗാനങ്ങൾ 5 മണിക്കൂർ. അങ്ങനെ വിവിധ തലങ്ങളിൽ നിന്ന് പിന്നീടുള്ള ഒരു റെക്കോർഡ് കിട്ടിയത് 33 ഗായകർ പാടിയ 41 ഗാനങ്ങൾ. അങ്ങനെ 24 റെക്കോർഡാണ് ഇപ്പം നേടാൻ സാധിച്ചത്. ഇതൊക്കെ ഈശ്വര കടാക്ഷം കൊണ്ടാണ് നമുക്കിത്. ഇപ്പം ഈ 3 പ്രാവശ്യം ഈ ക്ഷേത്രം എവിടെ പൂരത്തോടനുബന്ധിച്ച് വരാൻ സാധിച്ചിരുന്നും ആ പഴയ ഗാനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസാണ് ഇവിടുത്തെ. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പല അമ്മമാരും പറഞ്ഞു അടുത്ത വർഷം വരണമെന്ന്. അത് എന്താണെന്ന് വെച്ചാൽ ആ പഴയ പാട്ടിൻ്റെ മഹത്വം അതാണ്. മഹാരാജന്മാർ നമുക്ക് സമ്മാനിച്ച ആ പഴയ പാട്ടുകൾ അതിന്നും ജനങ്ങൾ നെഞ്ചിലിരിക്കുന്നു, പ്രത്യേകിച്ച് അമ്മമാർ. ഇന്ന് എനിക്ക് പ്രത്യേകിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട അനിലിൻ്റെ അമ്മ ഈ കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ മുമ്പിൽ കസേരയിലിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ആ ഒരു ചെയർ ശൂന്യമായി. അമ്മ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം അമ്മയ്ക്ക് വേണ്ടി ഇന്ന് എൻ്റെ വയലാറച്ഛൻ എഴുതിയ ഏറ്റവും മഹത്തായ ഒരു ലോകത്ത് എല്ലാ അമ്മമാർക്കും വേണ്ടി വയലാറച്ഛൻ എഴുതിയ പാട്ടാണ് ചായം എന്ന സിനിമയിൽ അമ്മയെ അവിടുത്തെ മുമ്പിൽ ഞാൻ ദൈവമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു അവസ്മരണീയ മുഹൂർത്തം വരുന്ന പ്രിയപ്പെട്ട അനിലമ്മയ്ക്ക് വേണ്ടി ആ പാട്ട് ഞാൻ പാടുമ്പോൾ അത് മനസ്സറിഞ്ഞാണ്. എൻ്റെ ഒരു അമ്മ തുല്യമാണ് മനോജിൻ്റെ. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു തീവ്രതയോടെയാണ് ഞാൻ ആ പാട്ട് പാടിയത്. പലപ്പോഴും ആ പാട്ട് പാടിയ ശബ്ദം ഇടറി. കാരണം ആ അമ്മയെ നമ്മളെ കാണാം 2 പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ഇന്നില്ല. അപ്പോൾ അത് മനസ്സിൽ വളരെയധികം ടച്ച് ചെയ്തു. അതുകൊണ്ട് ആ പാട്ട് പാടിയത്. മാനതും ഭൂമിയും തീർത്തതു ദൈവമായിരിക്കാം. ആറാം നാളിൽ മനുഷ്യന് തീർത്തതു ദൈവമായിരിക്കാം. ആ ദൈവത്തെ എന്തായാലും ഇന്ന് ഏറ്റവും വലിയ ആദരവും എനിക്ക് ലഭിച്ചു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഇതൊക്കെ എനിക്ക് മറ്റുള്ള റെക്കോർഡിനുള്ള പ്രചോദനം കൂടിയാണ്. ഇപ്പോഴും മനോജും അനിലും പറഞ്ഞു അടുത്ത വർഷം ഇക്ക വരും എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഭക്ഷണം അവിടുത്തെ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു. പിന്നെ എന്നെ സ്പർശിച്ചത് ഇവിടെ ഒരു കുട്ടിക്ക് ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് ഒരു ഡയാലിസിസിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യം ഫസ്റ്റ് ദിവസം തന്നെ ഒരു 1 ലക്ഷം രൂപ കൊടുക്കുകയും വീണ്ടും അതോടൊപ്പം തന്നെ ഒരു പ്രവർത്തിച്ച് ഇന്നിപ്പോൾ ഈ വേദിയിൽ വെച്ച് അത് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ട്. ഇന്നും 1 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. ഇതൊരു മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ഇവരുടെ ആ കരുണയും സ്നേഹവും എന്ന 2 വികാരങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇനിയും ആ കുട്ടിക്ക് ഒരുപാട് സമയങ്ങൾ ചെയ്യാനായിട്ട് പ്രിയപ്പെട്ട അനിലും മനോജിനും കൂട്ടത്തിലുള്ള എല്ലാവർക്കും സാധിക്കട്ടെ. ഈ മേവടപൂരം ഇനിയും ഭംഗിയായിട്ട് മറ്റുള്ളവർക്കൊക്കെ ആ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇനിയും ആ നല്ല സംഗീതം, പ്രത്യേകിച്ച് ഇവർ ആ നല്ല സംഗീതത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് 2 പേരും. ഇനിയൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത നല്ല പാട്ടുകൾ.
അതുകൊണ്ട് തന്നെയാണ് ഈ 3-ാം പ്രാവശ്യം എനിക്ക് വരാൻ സാധിച്ചത്. ഇതും എനിക്കൊരു റെക്കോർഡാണ്. 3 പ്രാവശ്യം അടുപ്പിച്ച് ഒരേ വേദിയിൽ എത്തിപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ശ്രമിക്കുക. പ്രിയപ്പെട്ട അനിലിനും മനോജിനും ഇവിടുത്തെ പുറക്കാട്ട ക്ഷേത്രത്തിലെ എല്ലാ ട്രസ്റ്റുമാരോടും ബന്ധപ്പെട്ടവരോടുമല്ല, ഇവരോടൊപ്പം തന്നെ ഏറ്റവും വലിയ എന്നെ മനസ്സിലാക്കിയത് ഇവരുടെ ഭാര്യമാർ 2 പേരും ഇവരോടൊപ്പം തന്നെ കൈകോർത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഭക്ഷണം കൊടുക്കാനും അതൊക്കെ ഒരിക്കലും കാണാൻ പറ്റാത്തൊരു വലിയൊരു മഹത്തായ കാഴ്ചയാണ്. അപ്പോൾ ഇവരുടെ ആ യൂണിറ്റി, ഇവരുടെ ആ ഒരുമിച്ചുള്ള കൂട്ടായ്മ എന്ന് നിലനിൽക്കട്ടെ. ഒപ്പം തനിമ എന്ന ഇവൻസ് ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം നമുക്ക് എത്തിക്കാനും സാധിക്കട്ടെ. ഇതെനിക്ക് കിട്ടിയൊരു പുണ്യമാണ്. പ്രത്യേകിച്ച് വിഷു സന്തോഷത്തിന് സ്നേഹത്തിന് കുന്നക്കൂട്ടവുമായി വിഷു വരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗകര്യമാണ് അന്ന് കിട്ടിയത്. അതിന് ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷത്തോടെ ദൈവം അനുഗ്രഹിച്ച അടുത്ത വർഷവും ഇതേ വേദിയിലെത്തണമെന്ന് നിറഞ്ഞ ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാ നന്മകളും നേരുന്നു. എല്ലാ